മൂന്നാറിലെ അനധികൃത വഴിയോര കടകൾ പൊളിച്ചു മാറ്റാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. ഗതാഗത ഉപദേശക സമിതിയാണ് കഴിഞ്ഞ മാസം 30-ന് മുൻപ് ഗതാഗതക്കുരുക്കിന് കാരണമായ വഴിയോര കടകൾ പൊളിച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്തുള്ള കടകൾ പൊളിച്ചു നീക്കിയെങ്കിലും ഫോട്ടോ പോയിന്റ്, പെരിയവരെ, മാട്ടുപ്പെട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് വഴിയോര കടകൾ പൊളിച്ചു മാറ്റുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാതെ പോയത്? ഉത്തരം ഒന്ന് മാത്രം: രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം. ചില രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഇതിലൂടെ സാമ്പത്തിക ലാഭം നേടുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നാഷണൽ ഹൈവേയിൽ വെച്ചിരിക്കുന്ന കടകളിൽ നിന്ന് മാസം പിരിവ് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. അതുകൂടാതെ 10,000-50,000 വാങ്ങിച്ചിട്ട് നീ കട വെച്ചോ, നിനക്ക് എല്ലാ സംരക്ഷണവും ഞങ്ങൾ തരും എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രതിനിധികളും ഒക്കെ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഫോട്ടോ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ വഴിയോര കടകൾ കാരണം ഗതാഗതക്കുരുക്ക് പതിവാണ്. പ്രധാന റോഡിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കുതിരസവാരി പോലും നടത്തുന്നു. വിനോദസഞ്ചാരികൾ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിലും ഇവിടെ കാത്തു നിൽക്കേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ സാമ്പത്തിക താൽപ്പര്യമുണ്ട് എന്നും ആക്ഷേപമുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ ഓരോ ദിവസവും 200 രൂപ മുതൽ 400 രൂപ വരെയാണ് ഇവരിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ വിനോദസഞ്ചാരികളുമായി എത്തുന്ന വലിയ വാഹനങ്ങൾ നിയന്ത്രിക്കുമെന്നാണ് മൂന്നാർ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം. അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും ബസ്സുകളിൽ എത്തുന്നവർ മൂന്നാറിൽ വാഹനമിറങ്ങി ജീപ്പുകളിൽ മാട്ടുപ്പെട്ടിക്കും ഇരവികുളത്തേക്കുമൊക്കെ പോകണം. അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന വഴിയോര കടകൾ പൊളിച്ചു മാറ്റുന്നതിനെ കുറിച്ചെന്നാൽ പഞ്ചായത്ത് മൗനം പാലിക്കുകയാണ്. അവർക്ക് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം പഞ്ചായത്ത് ചെയ്തു കൊടുക്കണം. വലിയൊരു കച്ചവടക്കാരകൾ വേറെ വഴിയില്ലാണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ അവർക്ക് കടയോ എന്തെങ്കിലും പഞ്ചായത്ത് രീതിയിലോ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്ത് അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. വഴിയോര കച്ചവടക്കാർക്ക് പുനരധിവാസം ഒരുക്കണമെന്ന് CPM അടക്കം ചില രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നുമുണ്ട്. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.